ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 6ാം ക്ലാസ്സിൻ്റെ അഹ്കാമു തജ്വീദിലെ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 50 മാർക്കിൻ്റെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് എത്ര പാഠത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത് എന്നൊക്കെ നോക്കാം. ചോദ്യം വായിച്ച് ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒന്നാമത് വരുന്നത് എന്താണ്? വെള്ളിയാഴ്ച രാവും പകലും ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ കഹ്ഫാണ്. വെള്ളിയാഴ്ച രാവും പകലും ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫ്. അടുത്ത് സാക്കിനായ നൂനിൻ്റെ നിയമങ്ങൾ എത്ര? സാക്കിനായ നൂനിൻ്റെ നിയമങ്ങൾ എത്ര? സാക്കിനായ നൂനിനും തൻവീനും 5 നിയമങ്ങളാണുള്ളത്. അപ്പോൾ 5 എന്ന് ടിക്ക് ചെയ്യാം. അടുത്തത് സാക്കിനായ മീമിൻ്റെ ഹുക്കുമുകൾ. സാക്കിനായ മീമിൻ്റെ ഹുക്കുമുകൾ 3 ആണ്. 3. അടുത്ത് മഹ്റജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണെന്ത്? മഹ്റജും സിഫത്തും ഒന്നായതിന് മുത്തമാസിലാനി എന്നാണ്. അപ്പോൾ മുത്തഖാരിബാനി എന്താണ്, മുത്തജാനിസാനി എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. അടുത്തത് നമ്മുടെ ഖിറാഅത്തിൻ്റെ ഇമാമ് ആരാണ്? ഖിറാഅത്തിൻ്റെ ഇമാമ് ഇമാം ആസിം റഹിമഹു. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്ത് പൂരിപ്പിക്കാനാണ്. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇത് ആമ്. മീമിന് ശേഷം മീമ് വന്നാൽ ഇത് ആമ്. സാക്കിനായ നൂനിന് ശേഷം നൂന് വന്നാൽ ഇത് ആമും ബിയുന്ന. നൂനിന് ശേഷം നൂന് വന്നാൽ ഇത് ആമും ബിയുന്ന. അടുത്ത തൻവീനിന് ശേഷം ലാമ് വന്നാൽ ഇത് ആമും ബിലാവുന്ന. അടുത്ത തൻവീനിന് ശേഷം ബാ വന്നാൽ ഇക്ലാബ്. അടുത്തതാ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. അപ്പോൾ ഇതൊക്കെ അക്ഷരങ്ങൾ മനസ്സിലാക്കി സാക്കിനായ നൂനാണോ തൻവീനാണോ മീമാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാൻ. മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഏതെല്ലാം? ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ഹൽക്കിൻ്റെ അക്ഷരങ്ങളായ ഹംസ, ഹ, ഐന്, ഹ, ഐന്, ഹ. ഇങ്ങനെ 6 അക്ഷരങ്ങളാണ് ഇൽഹാറിന്. ഇദാമിൻ്റെ അക്ഷരങ്ങൾ ഇദാം ബിലാ ഉന്നയുടേത് അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് ഇദാമും ബിയുന്നക്ക് ഒരു ഉദാഹരണം. ഇദാമും ബിയുന്നക്ക് നൂന് വാവ് മീമ് യാ. ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൂനിൻ്റെ തൻവീനിൻ്റെ ശേഷം വന്നാൽ മതി. അപ്പോൾ ഇവിടെ ഇദാമും ബിയുന്നക്ക് ഒരു ഉദാഹരണം എഴുതുക. യൗമ ഇദിൻ നാഇമ എന്നപ്പോൾ തൻവീന് ശേഷം നൂന് വന്ന് ജന്നത്തം വ ആഹിറ. അവിടെ തൻവീന് ശേഷം വാവ് വന്നു. അങ്ങനെ എഴുതാം. ഒരു ഉദാഹരണം എഴുതിയാൽ മതി. അടുത്ത ഇദാമും ബിലാ ഉന്നയുടെ അക്ഷരങ്ങൾ ഏതെല്ലാം? ഇദാമും ബിലാ ഉന്നയുടേത് ലാമ് റാ ആണ്. അടുത്തതാ മുത്തക്കാരിബാനിയിൽ യോജിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? മുത്തക്കാരിബാനിയിൽ യോജിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖാഫിനെ കാഫിലേക്കും ലാമിനെ റായിലും ഖാഫിനെ കാഫിലുമാണ് യോജിക്കുന്നത്. മനസ്സിലാക്കുക. അടുത്തെന്താണ്? മഹ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസമാകുകയും ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് പറയുന്നത് എന്താണ്? മുത്തജാനിസാനി. മഹ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസപ്പെടുകയും ചെയ്യുന്നതിന് മുത്തജാനിസാനി എന്ന് പറയുന്നു. അടുത്തത് ഇദ്ഗാം എന്നാൽ എന്താണ്? സാക്കിനായ ഒരക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ് ചെയ്ത് ഓതുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. സാക്കിനായ ഒരു അക്ഷരത്തെ ശേഷം വരുന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ് ചെയ്ത് ഓതുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. അടുത്തത് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ ഏതെല്ലാം? സാക്കിനായ നൂനിനും തൻവീനിനും 5 നിയമങ്ങളാണുള്ളത്. ഇൽഹാർ, ഇദാം ബിയുന്ന, ഇദാം ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇങ്ങനെ 5 നിയമങ്ങൾ. ഇൽഹാർ, ഇദാം ബിയുന്ന, ഇദാം ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇങ്ങനെ 5 നിയമങ്ങൾ. അടുത്തെന്താ? മുത്തജാനിസാനി എന്നാൽ എന്ത്? മുത്തജാനിസാനി എന്താണ്? മഹ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസപ്പെടുകയും ചെയ്യുന്നതിനാണ് മുത്തജാനിസാനി എന്ന് പറയുന്നത്.
മഹ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന അക്ഷരങ്ങൾക്കാണ് മുത്തജാനിസാനി എന്ന് പറയുന്നത്. അടുത്തതാ, ഉറങ്ങുന്നതിന് മുമ്പ് ഓതേണ്ട സൂറത്തുകൾ ഏതെല്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം ചെയ്തിരുന്നു? ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി, ആമന റസൂല്, അൽ കാഫിറൂന എന്നിവ പാരായണം ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി, ആമന റസൂല്, അൽ കാഫിറൂന എന്നിവ പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി കയ്യിലൂതി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ദേഹമാസകലം തടവുമായിരുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത ശേഷം മാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നത്. അടുത്തെന്താണ്? രോഗിയെ സന്ദർശിക്കുമ്പോൾ ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത്? രോഗിയെ സന്ദർശിക്കുമ്പോൾ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകളാണ് ഓതേണ്ടത്. അടുത്തത്, സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ വിശദീകരിക്കുക ഉദാഹരണ സഹിതം. സാക്കിനായ മീമിന് 3 വിധികളാണുള്ളത്. സാക്കിനായ മീമിന് 3 വിധികൾ ഏതൊക്കെയാണ്? സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാഉം, ബാക്കിയുള്ള അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാറുമാണ്. അപ്പോൾ അത് നമ്മൾ 4ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഉദാഹരണ സഹിതം. ഇൽഹാറിന് ഹും ഫീഹ ഖാലിദൂൻ, ഇഖ്ഫാഇന് ഹും ബിറബ്ബിഹിം യഅദിലൂൻ, ഇദ്ഗാമിന് വ അൻതും മുസ്ലിമൂൻ എന്നൊക്കെ ഉദാഹരണ സഹിതം 5 വരി കുറയാതെ അതിനെക്കുറിച്ച് എഴുതാൻ കഴിയണം. അതുപോലെ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും നിയമങ്ങൾ ഇതുപോലെ എഴുതാൻ കഴിയണം. അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.